ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 4 തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നവീൻ ചൗള ഡൈസ് അറ്റ് 79. അപ്പോൾ മുൻ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന നവീൻ ചൗള 79ാമത്തെ വയസ്സിൽ അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ് ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 2025 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. 2 ഫെബ്രുവരി ആണത് ഒബ്സർവ് ചെയ്യുന്നത്. എല്ലാ വർഷവും അത് 2 ഫെബ്രുവരി തന്നെയാണ് വേൾഡ് വൈഡ് ഒബ്സർവ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 2 ഫെബ്രുവരി എവറി ഇയർ വേൾഡ് വൈഡ് ടു കോമമറേറ്റ് ദ സൈനിങ് ഓഫ് ദ റാംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ഓഫ് international importance in 1971. India is a party to the convention since 1982. India has recently increased its tally of Ramsar sites, wetlands of international importance, to 89 by designating 4 more wetlands as Ramsar sites. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ അതിൻ്റെ തീമാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഈ വർഷത്തെ തീമാണത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ക്ലിൻച്ച്ഡ് അണ്ടർ-19 വേൾഡ് കപ്പ് ടൈറ്റിൽ. അപ്പോൾ വുമൻസ് വേൾഡ് കപ്പാണ് ജയിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഓപ്പണർ ഗോങ്കാടി ത്രിഷ സ്കോർഡ് 44 റൺസ് ആസ് ഇന്ത്യ ഡിഫീറ്റഡ് സൗത്ത് ആഫ്രിക്ക ബൈ 9 wickets in the final match of വിമൻസ് അണ്ടർ-19 T20 വേൾഡ് കപ്പ് in Kuala Lumpur. Chasing only 83 runs, India did not face much difficulty as they lost just 1 wicket and went across the line in just 11.2 overs. With this, India lifted their second consecutive Under-19 Women's World Cup title. The Indian camp was soon filled with jubilation contrasting with the emotional South African side, who stood heartbroken. Gongadi Trisha was rightfully named both player of the match and player of the series, finishing the tournament with 309 runs and 7 wickets, an exceptional all-round effort that was crucial to India's historic triumph. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വായിച്ചു. അപ്പോൾ ഇന്ത്യയാണ് Under-19 T20 Under-19 വേൾഡ് കപ്പ് ടൈറ്റിൽ ജയിച്ചിരിക്കുന്നത്. സെക്കൻഡ് ടൈം കൺസിക്യൂട്ടീവ് ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, വുമൻസ് വേൾഡ് കപ്പ് ടൈറ്റിലാണ് ജയിച്ചിട്ടുള്ളത്. ഓപ്പണർ ഗോങ്കാടി തൃശയാണ് പ്ലെയർ ഓഫ് ദ മാച്ചും പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റും. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ഓപ്പണർ ഗംഗാടി തൃശയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ബഡ്ജറ്റ് 2025. നിർമ്മല സീതാരാമൻ മേക്സ് ഹിസ്റ്ററി വിത്ത് 8th കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റ്. അപ്പോൾ നിർമ്മല സീതാരാമൻ വന്നിട്ട് ഇത് 8ാമത്തെ കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റ്, ഫിനാൻസ് മിനിസ്റ്റർ ആയതിന് ശേഷം ഇത് 8ാമത്തെ കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മെയ്ഡ് ഹിസ്റ്ററി ബൈ പ്രസൻറ്റിംഗ് ഹെർ 8th കോൺസിക്യൂട്ടീവ് യൂണിയൻ ബഡ്ജറ്റ്. This milestone comes at a time when India is facing a slowdown in its economy and amidst increasing calls for tax cuts to benefit the middle class. Sitharaman's achievement places her in line to surpass the record of 10 budgets set by former Prime Minister Morarji Desai, who served as a country's finance minister during 2 separate periods, 1959 to 64 and again 67 to 69. Desai holds the record for presenting the maximum number of budgets in Indian history. അപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇതുവരെയായിട്ടും പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്ററാണ് മൊറാർജി ദേശായി. അപ്പോൾ അവരുടെ റെക്കോർഡ് സർപ്പാസ് ചെയ്യാൻ ഇനി 2 ബഡ്ജറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ആവും. പിന്നെ ഒരു ബഡ്ജറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ അത് സർപ്പാസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 8th കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ്റെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ. WHO വെരിഫൈസ് നൈജർ ഫ്രീ ഓഫ് ഓൺകോസെർസിയാസിസ് ആസ് എ ഫസ്റ്റ് കൺട്രി ഓൺ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നൈജർ, ദ കൺട്രി ഹാസ് ബീൻ വെരിഫൈഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോർ എലിമിനേറ്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഓൺകോസെർസിയാസിസ്. അത് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ഇത് കിട്ടിയിരിക്കുകയാണ്, എന്താ പറയുക, വെരിഫൈ ചെയ്തിരിക്കുകയാണ്. നൈജർ ആയിരിക്കുകയാണ് ആ രാജ്യം. ദിസ് ഈസ് എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഗ്ലോബൽ ഹെൽത്ത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ആഫ്രിക്ക. Niger is the first country in Africa to declare free of onchocerciasis, a parasitic disease caused by Onchocerca volvulus worm. അപ്പോൾ ഒരു വേം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണിത്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് രാജ്യം ആഫ്രിക്കൻ രാജ്യമായിരിക്കുകയാണ്
നൈജർ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ന്യൂ റാംസാർ സൈറ്റ്സ് അനൗൺസ്ഡ് ഇൻ തമിഴ്നാടു ആൻഡ് അതർ റീജിയൻസ്. അപ്പോൾ പുതിയ റാംസാർ സൈറ്റ്സ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് തമിഴ്നാടുവിലും മറ്റ് റീജിയനുകളിലും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ സെൻറ്റർ ഹാസ് അനൗൺസ്ഡ് ദ അഡീഷൻ ഓഫ് 4 ന്യൂ റാംസാർ സൈറ്റ്സ് ഇൻ ഇന്ത്യ, ഇൻക്രീസിംഗ് ദ ടോട്ടൽ ടു 89. The newly designated Ramsar sites include Sakkarakottai Bird Sanctuary and Tirthangal Bird Sanctuary in Tamil Nadu. Ketchiopalri wetland is in Sikkim and Udva Lake in Jharkhand. This marks a significant milestone in Sikkim and Jharkhand as they have secured their first ever Ramsar sites. India records 89 Ramsar sites. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ടോട്ടലായിട്ട് 89 Ramsar sites ആണ് ഉള്ളത്. ഹയസ്റ്റ് ഇൻ ഏഷ്യ ആണ് ആൻഡ് തേർഡ് ഹയസ്റ്റ് ഇൻ ദ വേൾഡും ആണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 5 income tax relief measures announced by Nirmala Sitharaman in budget 2025. അപ്പോൾ 5 ഇൻകം ടാക്സ് റിലീഫ് മെഷേഴ്സ് അനൗൺസ് ചെയ്തിട്ട് ഇൻകം ടാക്സ് റിലീഫ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിക്കാം. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഹാസ് അനൗൺസ്ഡ് എ സ്ലീവ് ഓഫ് മെഷേഴ്സ് വിച്ച് significantly benefit taxpayers in the Union Budget 2025, which she presented in the Parliament February 1, 2025. No income tax for up to 12 lakh per annum. The most prominent tax relief measure in the budget 2025 is the exemption of income tax for all those earning up to 12 lakh rupees annually. New tax slabs. അപ്പോൾ നോ ഇൻകം ടാക്സ് അപ് ടു 12 lakh ആണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് എന്താ പറയുക റിലീഫ് മെഷർ. പിന്നെ ന്യൂ ഇൻകം ടാക്സ് സ്ലാബ് വന്നിരിക്കുകയാണ്. ദ ബഡ്ജറ്റ് 2025 introduces new tax slabs. Sitharaman said, I propose to revise the tax structures as follows. അപ്പോൾ ഈ പറയുന്ന പോലെയാണ് ഇനിയുള്ള ടാക്സ് ഉണ്ടായിരിക്കുക. 0 to 4 lakh rupees ആണെങ്കിൽ നില്ലാണ്, ഒന്നും കൊടുക്കണ്ട. 4 lakh to 8 lakh rupees 5%, 8 lakh to 12 lakh rupees 10%, 12 lakh to 16 lakh rupees ആണെങ്കിൽ 15%, പിന്നെ 16 lakh to 20 lakhന് 20% കൊടുക്കണം. 20 to 24 25%, പിന്നെ 24 lakhൻ്റെ മുകളിലുള്ളതിന് 30% ടാക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ടാക്സ് ബെനിഫിറ്റ്സ് എ ടാക്സ് പെയർ ഇൻ. അപ്പോൾ ഇത് നെക്സ്റ്റ് മെഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ആണ്. എ ടാക്സ് പെയർ ഇൻ ദ ന്യൂ റിജൈം വിൽ വിത്ത് ആൻ ഇൻകം ഓഫ് 12 lakh rupees വിൽ ഗെറ്റ് എ ബെനിഫിറ്റ് ഓഫ് 80,000 rupees ഇൻ ടാക്സ്. അപ്പോൾ 12 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 80,000 രൂപയാണ് ടാക്സിലെ ഇളവ് കിട്ടുന്നത്. എ പേഴ്സൺ വിത്ത് ഇൻകം ഓഫ് 18 lakh rupees വിൽ ബെനിഫിറ്റ് 70,000 rupees ഇൻ ടാക്സ്. അപ്പോൾ 18 lakh rupees ശമ്പളമുള്ള ഒരാളാണെങ്കിൽ 70,000 rupees ആണ് ടാക്സിൽ ബെനിഫിറ്റ് കിട്ടുക. പിന്നെ 25 lakhs rupees ഇയർലി ഇൻകം ഉള്ള ആളാണെങ്കിൽ 1.1 lakh rupees ഇളവ് കിട്ടും. പിന്നെ പറയുന്ന മെഷർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അണ്ടർ ദ ന്യൂ ടാക്സ് റിജൈം, salaried employees as well as pensioners get a standard deduction of 75,000, which raises the tax-free income limit to 12.75 lakh for salaried individuals, considering the revised 12 lakh rupees nil tax threshold announced in the budget. However, for those opting for the old tax regime, the standard deduction remains unchanged at 50,000 rupees. The old regime does still continue to offer additional exemptions and deductions, especially those under Section 80C 1.5 lakh, Section 80D health insurance as well as HRA benefits. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അങ്ങനെയാണ്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് റാഷണലൈസ്ഡ് TDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ the government also proposed to increase the annual threshold for tax deduction at source on rent to 6 lakh rupees from the current limit of 2.4 lakh rupees. അപ്പോൾ ഇപ്പോഴത്തെ ലിമിറ്റ് 2.4 lakh rupees ആണ്, അത് 6 lakh rupeesലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് റെൻറ്റ്. പിന്നെ ദിസ് വിൽ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ലയബിൾ ടു TDS ആൻഡ് ബെനിഫിറ്റ് സ്മോൾ ടാക്സ് പേയേഴ്സ് റിസീവിങ് സ്മോൾ പേയ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ലാസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Paytm Cloud to acquire 25% stake in Brazil's Seven Technology for $1 million. അപ്പോൾ $1 million കൊടുത്തിട്ട് 25% സ്റ്റേക്ക് ഓഫ് ബ്രസീലിൻ്റെ 7 ടെക്നോളജി അക്വയർ ചെയ്യാൻ പോവുകയാണ് Paytm Cloud.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. Paytm Cloud Technologies, the wholly owned subsidiary of fintech firm Paytm, is set to acquire a 25% stake in a Brazil-based embedded firm 7 Technology for $1 million. The acquisition of a stake in 7 Technology will enable the company to understand the merchants' business landscape in a Brazilian market, Paytm said. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.